എന്താ മന്മത ഇത്? പോക്രിത്തരം കാണിക്കുന്ന ഒരു കണക്കൊക്കെ വേണ്ടേ? ഒരു ഓഫീസല്ലേ ഇത്? മിനിമം ഉത്തരവാദിത്വം കാണിക്കണ്ടേ? സാറേ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്ത് തരാം സാർ, പക്ഷെ ദേഷ്യപ്പെടരുത്. അതല്ലടോ, ആ ശ്യാമളയും ശീതളിനെ എവിടെ? സമയം 11 മണി കഴിഞ്ഞു. കൃത്യസമയത്തിൽ ഓഫീസ് വരണമെന്ന് അവർക്ക് അറിഞ്ഞൂടെ? അതായിരുന്നു ഞാൻ പേടിച്ചു പോയി. അല്ല, അതൊരു പുതിയ സംഭവം അല്ലല്ലോ. ഭാര്യയും ഭർത്താവും ഒരേ ഓഫീസിൽ ജോലി ചെയ്താൽ തന്നെ കുഴപ്പമാണ്. എൻ്റെ സാറേ, ഇന്നലെ ഉണ്ടല്ലോ രണ്ടും കൂടെ ഇവിടെ കിടന്ന് കലബല ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ഒരു നാണവും മാനവും ഇല്ലെന്നേ. അങ്ങനെ പിന്നെ സഹിക്കാം. ആ സ്ത്രീ ഇല്ലേ, അവരുടെ നാക്കത ഈ നീളമാണ്. അയ്യോ, അത് അത്രയൊന്നും അല്ല, വീണ്ടും വരും ഒരു മുഴം കൂടെ. അല്ലാതെ എങ്ങാനും ആ ADMO തഹസിൽദാരോ വന്നു കഴിഞ്ഞ് ഇവരെവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് സമാധാനം പറയും? സാറായിട്ട് ഒന്നും പറയാൻ നിൽക്കരുത്. ഇനി സാറെങ്ങാനും എന്തെങ്കിലും പറഞ്ഞ് അവരുടെ ജോലി പോയാൽ അത് അതിനേക്കാളും കുഴപ്പമാവും. കുറെ നാളായി മിണ്ടാതിരുന്ന് കഴിച്ചു വിടണു. ഇതെന്താ കളിക്കാൻ നിൽക്കണവര്? നമ്മടത്തിന് കാണിക്കുന്ന കണക്കില്ല. എനിക്കറിയാടി, ഇത് ഓഫീസിൽ ചെല്ലുന്നതിന് മുമ്പ് എന്റെ കുഴപ്പമാക്കി നീ മാറ്റും. സമയം മുതൽ ഞാൻ നിങ്ങളോട് പറയണതല്ലേ, 8 മണിയാവുമ്പോ മീൻ മേടിച്ചിട്ട് വരല്ലേ വരല്ലേ വരല്ലേന്ന് കൃത്യസമയത്ത് മീനും കൊണ്ടുവരും. എനിക്ക് ഓഫീസിൽ വരണ്ടെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇതേ ഫ്രിഡ്ജ് മേടിക്കുമ്പോ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇത്തരം സാധനങ്ങൾ ഒന്ന് തൊട്ടാ മതി, അപ്പൊ നാശാവും, സൂക്ഷിച്ച് ഉപയോഗിക്കണം. നീ കേട്ടോ? ആര് മേടിച്ചെന്ന്? എനിക്ക് എന്റെ അച്ഛൻ മേടിച്ചെന്നാ ഫ്രിഡ്ജ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മേടിച്ചെന്നു ഞാൻ പറഞ്ഞല്ലോ. പറഞ്ഞു. ആര് പറഞ്ഞു? സാറ് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ സത്യമായിട്ട് ഞാൻ പറഞ്ഞ ഇന്ന് 8 മണിക്ക് നമുക്ക് റെഡി ആവണം, 10 മണിക്ക് മുൻപ് തന്നെ നമുക്ക് ഓഫീസിൽ എത്തണം. സാറേ ഞാൻ പറഞ്ഞു, സർക്കാർ നമുക്ക് ശമ്പളം തരാണ്, ഒരു മാന്യത വേണം, നമുക്കൊരു ബഹുമാനം ജനങ്ങളോട് വേണം. ജനങ്ങളുടെ നികുതി അടച്ച പൈസയാണ് നമ്മുടെ ശമ്പളം. ആ ഒരു മര്യാദ നമുക്കുണ്ടോ? ഇന്നൊരു ഫ്രിഡ്ജിന്റെ മുകളിൽ പിടിച്ചിരിക്കുകയാണ്. ആണല്ലേ? അല്ല, പോട്ടെ. ഇനിയിപ്പോ വെറുതെ വഴക്കുണ്ടാക്കണ്ട. ഏതായാലും സമയം വൈകിയല്ലോ, 11 മണിയായില്ലേ? ഈ മനുഷ്യൻ കാരണം സാറേ, ഈ മനുഷ്യൻ കാരണം. ഞാൻ കാരണോ? സാറേ ഇത് ഓഫീസായി പോയി. നിർത്തൂ. ഇതൊരു ഓഫീസല്ലേ? അല്ലേ? അത് നമ്മൾ നോക്കണ്ടേ? ശ്യാമള ഒരു കാര്യം ചെയ്യൂ, പോയി ഒപ്പിട്ടോളൂ. വിഷമമുണ്ട് സാറേ. സാരമില്ല. ഞങ്ങൾ ആകെ വിഷമിച്ചിരിക്കുക. ഒരു കാര്യം പറയുന്നവരനുസരിച്ചിട്ടില്ല. 8 മണിക്ക് ഇറങ്ങാൻ പറഞ്ഞ. അതല്ലേ? ഇനി ശ്യാമള ഒപ്പിട്ടോളൂ. ഒപ്പിടേ ശീതള, എടീന്നൊക്കെ നമ്മള് വീട്ടിൽ വിളിച്ചാ പോരെ? ഇതൊരു ഓഫീസല്ലേ? ഒപ്പിടൂ ശ്യാമള മേഡം. അതെ ശീതള സാറേ, നന്നായിരുന്നു കേട്ടാ. എന്ത്? അല്ല, ഈ സമയം വൈകിയത് മറക്കാനുള്ള ഈ നമ്പരേ രണ്ടാളും നന്നായി അഭിനയിച്ചു. അല്ല ഇന്ന് ശരിക്കുണ്ടായ അതെന്നെ പറഞ്ഞത് നന്നായിരുന്നു. ഒപ്പിട്ടു. അല്ല സാറേ, ഇവള് ഫ്രിഡ്ജ് ഒപ്പിട്. ശീതള സാറേ, ഇന്ന് നിങ്ങൾ എന്ത് കാരണമാണ് പറയാൻ പോകുന്നത് ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൊള്ളാം സാറേ, ഞാൻ എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാന്ന് അറിയില്ല. അതിനല്ലേ ഞങ്ങൾ വിശ്വസിച്ചു. വാ സാറേ, ഒപ്പിട്. സാറേ അവിടെ അല്ല, അതെ താഴത്തെയാ. അതും വിട്ടുപോയില്ലേ? അതെ ശീതളൻ സാറേ, ഒരു കാര്യം പറയാൻ. എന്താ സാറേ? ശ്യാമള മേഡം കൂടെ കേൾക്കണം. പറഞ്ഞു സാർ. നിങ്ങൾ രണ്ടുപേരും ദയവ് ചെയ്തിട്ട് നാളെ കൃത്യസമയത്തിനൊന്ന് വരാൻ ശ്രമിക്കണം. നടക്കുവോ? വരണല്ലോ. വരണം. അല്ല, ഞാൻ നാണമില്ലാതെ പറയുകയാണെന്ന് വിചാരിച്ചോ? കുഴപ്പമില്ല. കാര്യം എന്താന്ന് വെച്ചാൽ, ഒരു മൊയ്തു എന്ന് പറയുന്ന ഒരു കക്ഷി ഇവിടെ വന്നിരുന്നു. അയാളൊരു വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷിച്ചിട്ട് ഒരുപാട് ദിവസമായി. അത് ഇതുവരെ അക്ഷയയിലേക്ക് സെൻഡ് ചെയ്തിട്ടില്ല. എന്താ സെൻഡ് ചെയ്യാതിരുന്നത്? സാർ ഇത് എന്ത് വർത്താനാ സാറേ പറയണത്? അല്ലെങ്കിൽ തന്നെ ഇവിടെ എന്തോരം ജോലികളുണ്ട്, ഓരോന്ന് തീർത്ത് വരണല്ലേ ഉള്ളൂ. ഇപ്പൊ ഇലക്ഷനിൽ 100 കൂട്ടം വർക്ക് ഉണ്ടായി. സാറേ, നമ്മുടെ വീട്ടുകാര്യങ്ങളും പേഴ്സണൽ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ സൈഡ് ബിസിനസ്. അതെ. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ ഓഫീസ് കാര്യമാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. സാറ് ആ നാൾ വഴിയുടെ രജിസ്റ്റർ ഒന്ന് എടുക്കും. അതിൽ ചെറിയൊരു തെറ്റുണ്ട്, അതൊന്ന് കറക്റ്റ് ചെയ്ത് തരാം. സത്യശീല സാറേ, എന്റെ മോന്റെ അഡ്മിഷന് വേണ്ടിട്ട് ഒരു കോൾ ഒന്ന് വിളിച്ചിട്ട്. പിന്നെന്താ പിന്നെ സോറി. എന്താ സോറി പറയണ്ട, ഒക്കെ അതൊക്കെ നടക്കണല്ലോ. അതെ. ഞാൻ ഇതിങ്ങനെ പറയാ, അതാണ്. അതല്ല. അയ്യോ സാറേ, ഒരു മെസ്സേജ് കണ്ടിട്ടാണ് ഇങ്ങനെ ബഹളം വെക്കുന്നത്. അല്ല സാറേ, വില്ലേജ് ഓഫീസിന് ആരോ തീയിട്ടേക്കണോ? വില്ലേജ് ഓഫീസിന് തീയിട്ടോ? എവിടെ?
വെള്ളറട വില്ലേജ് ഓഫീസില്ലേ ഓ അവിടെ തീയിട്ടേക്കണോ? എല്ലാവരും സിഗരറ്റ് വലിച്ചിട്ടാവുന്നേ. അയ്യോ അല്ല, ഒരാള് വന്നിട്ട് പെട്രോൾ ഒഴിച്ച് എല്ലാത്തിനും തീയിട്ടിട്ട് അയാൾ പുറത്തോട്ട് ഇറങ്ങി പോയി വാതിൽ പൂട്ടി കളഞ്ഞു. ഫേക്ക് ന്യൂസ്. സാറേ സാർ നോക്ക്, കണ്ടോ കണ്ടോ വാർത്തയൊക്കെ ഓക്കെ. സാറേ വെള്ളറുടെ വില്ലേജ് ഓഫീസിൽ സാറിന് പരിചയമുള്ള ആരും ഉണ്ടല്ലോ? ആ രാജീവ് ഉണ്ടല്ലോ, ഒന്ന് വിളിച്ചു നോക്കി സാറേ. ഫേക്കാവാനെ സാധ്യതയുണ്ട്. കുറെ പരിപാടികൾ പലരുടെയിലും. ഹലോ, ആ രാജീവേ, അതെ നിങ്ങളുടെ വില്ലേജ് ഓഫീസിന് ആരോ തീയിട്ടു എന്ന് പറഞ്ഞിട്ടല്ലോ, ശരിയാ? ആണോ? ഓ അത് ശരി. ആഹാ, അപ്പൊ നിനക്കെന്തെങ്കിലും പറ്റിയോ? ഇല്ലല്ലേ, നീ ലീവായിരുന്നോ? അത് ശരി ശരി, സംഗതി ശരിയാ. സത്യം അല്ലേ? ഓ പിന്നെന്താ, ആരാ സാറേ ചെയ്തത്? കക്ഷികൾ ആരോ ആണെന്ന്, എന്തോ ആവശ്യത്തിന് വേണ്ടി കയറി ഇറങ്ങിയിട്ട് സാധിച്ചു കൊടുത്തില്ല എന്നും പറഞ്ഞിട്ട് തീയിട്ടാണെന്ന്. പുറത്തുനിന്ന് വാതിൽ പൂട്ടി കളഞ്ഞു. ഉള്ളിലുള്ള ജീവനക്കാർക്ക് 4 പേർക്ക് പൊളരിട്ടിട്ടുണ്ട്. ഇപ്പോഴോ? ഞാൻ ഒരു 100 വട്ടം പറഞ്ഞിട്ടുണ്ട്, ഈ വില്ലേജ് ഓഫീസിന് 2 സൈഡിൽ ഡോർ വേണം, 2 സൈഡിൽ ഡോർ വേണം. ഒരാളൊപ്പം കിട്ടില്ല. എന്താ ശീതലൻ സാറേ നിങ്ങൾ പറയുന്നത്? ഇയാൾ തീയിടുന്നുള്ള കാര്യം നിങ്ങൾക്ക് മുമ്പ് അറിയായിരുന്നോ? അല്ല അങ്ങനല്ല. പിന്നെ എങ്ങനെ? സാറേ അതെന്താ അറിയോ, പണ്ടൊരു കൈക്കൂലി കേസ് ഉണ്ടായിരുന്നില്ലേ, അന്ന് വിജിലൻസുകാർ വന്ന ഓർമ്മയിൽ പറയണതാ. എന്നാലും എന്തത്? ആളെങ്ങോട്ട് പോയത്? അതെ, ബൈക്കിന് എന്താ കംപ്ലൈന്റ് ഉണ്ടായി, അത് ശരിയാക്കാൻ വേണ്ടി പോയതാട്ടാ. ഇതൊക്കെ ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് ചെയ്താൽ പോരെ? സത്യത്തിൽ ഞാൻ ഒന്ന് പേടിച്ചു പോയി കേട്ടോ. ആ സ്ക്രൂ ഡ്രൈവറൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞപ്പോഴേ കൂത്തുന്ന് വിചാരിച്ചു ഞാൻ. ഞാൻ പേടിച്ചത് മേഡം എന്തെങ്കിലും ചെയ്ത് കളയുന്നുള്ള. മേഡത്തിന് നോട്ടം കണ്ട് സാറ് ചൂടി പോയില്ലേ? ഓ അതിനെന്താ അതിന് മാത്രം ചിരിക്കാൻ? അവനെന്റെ പണി നോക്ക് മൻമൻ സാറേ. എന്താ സാറേ സാറേ, നമ്മുടെ വില്ലേജ് ഓഫീസിന്റെ അകത്ത് തീയിട്ടിട്ട് പുറത്തുനിന്ന് ആരെങ്കിലും പൂട്ടി പോകുന്നത് എനിക്കൊന്ന് കാണണം. ഞാൻ ഈ ഓടാമ്പൽ ഇങ്ങോട്ട് ഊരിയെടുത്തു. എന്തായാലും അത് നന്നായി സാറേ. പിന്നെ നമ്മുടെ ഓഫീസ് പുറത്തുനിന്ന് ഒരുത്തിനും പൂട്ടൂല. പുറത്തുനിന്ന് ആരും പൂട്ടൂല, പക്ഷെ നമുക്ക് ഈ ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് പോകുമ്പോ ഇത് പൂട്ടി പോണ്ടേ? കൂട്ടണോ? വേണ്ടേ? പൂട്ടണ്ടേ? ഒരു കാര്യം ചെയ്യ്, ശീതളൻ സാറ് വാതില് അകത്തുനിന്ന് പൂട്ട്, എന്നിട്ട് ഇവിടെ കടന്നോ, ഞങ്ങളങ്ങ് പോയേക്കാം. എല്ലാതെ അങ്ങോട്ട് കത്തി കയറല്ലേ. ഞാൻ വീട്ടിലില്ലെങ്കിൽ നീ അതിനകത്തും കിടക്കില്ല കേട്ടോ സാറേ. ഞാൻ രാവിലെ വന്നിട്ട് ഇത് അഴിച്ചെടുക്കാം, പോണ നേരത്തെ ഞാൻ പൂട്ടി പോവുകയും ചെയ്യാം, ഫിറ്റ് ചെയ്ത് പോവാം. അതിന് ശീതള വേറൊരു പ്രശ്നമുണ്ടേ. എന്താ? ഇതിപ്പോ 12 മണിക്ക് തുറന്നിട്ട് 3 മണിക്ക് അടയ്ക്കാൻ പറ്റില്ലല്ലോ. അല്ല സാറേ, ഞാൻ നാളെ മുതൽ ഞാൻ നേരത്തെ വരും. എന്തിന്? അല്ല, നമ്മളെ ആൾക്കാർ വെറുതെ രോഷം കൊണ്ട് നമ്മളെ കത്തിച്ച് കൊല്ലണ്ടല്ലോ. ഞാൻ വരും, ഞാൻ നേരത്തെ വരും. സാറിന്റെ ഐഡിയ കൊള്ളാം, പക്ഷെ നമ്മൾ ആ പൂട്ടിനൊരു പരിഹാരം കൂടെ കണ്ടെത്തിയാ